നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF വിപുലീകരണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് വി ഡി സതീശനും സംഘവും. ഇതിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ എത്തിക്കാനാണ്. മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ അനുകൂല നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന കേന്ദ്ര വിരുദ്ധ സത്യാഗ്രഹത്തിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എത്താതിരുന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളാണ് വീണ്ടും സജീവമാകുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ചീഫ് വിപ്പ് എൻ ജയരാജ് തുടങ്ങിയ നേതാക്കൾ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും പങ്കെടുക്കാതിരുന്ന ജോസ് കെ മാണി ഇന്ന് സത്യാഗ്രഹത്തിനും വരാതിരുന്നതോടെ മുന്നണി ബന്ധം സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന അഭ്യൂഹത്തിനാണ് ഇടയാകുന്നത്. ഫെബ്രുവരിയിൽ നടക്കുന്ന LDFന്റെ മേഖലാ ജാഥയിൽ മധ്യമേഖലയുടെ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയെയാണ്. എന്നാൽ എൻ ജയരാജിനെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഫെബ്രുവരി 6-ന് അങ്കമാലിയിൽ ആരംഭിച്ച് 13-ന് ആറന്മുളയിൽ സമാപിക്കുന്ന തരത്തിലാണ് മധ്യമേഖല ജാഥ നിശ്ചയിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമാണ് മറ്റു ജാഥകളെ നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ UDFിലേക്ക് തിരിച്ചു പോകുന്നത് സംബന്ധിച്ച വലിയ സമ്മർദ്ദമാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. പരമ്പരാഗതമായി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പല പ്രബല വിഭാഗങ്ങളും മുന്നണി മാറ്റം സജീവമായി പരിഗണിക്കണമെന്ന ആവശ്യവുമാണ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതുവിരുദ്ധ മനോഭാവത്തിന്റെ സൂചനകളാണ് ഉണ്ടായതെന്നും ഇത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചന ബുദ്ധി കാട്ടണം എന്നുമാണ് പാർട്ടി നേതൃത്വത്തോട് ഇക്കൂട്ടർ പറയുന്നത്. 2021-ൽ ഇടത് അനുകൂല സാഹചര്യം നിലനിന്നപ്പോൾ പോലും 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 5 മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ഇത് കണക്കിലെടുക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന CPMനെയും LDFനെയും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തള്ളിപ്പറയുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയായി വിലയിരുത്തപ്പെടുമെന്നാണ് മറുവാദം. LDFനൊപ്പം തന്നെ നിൽക്കണമെന്നാണ് MLAമാരിൽ ചിലരുടെ നിലപാട്. പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്ന് മറ്റ് MLAമാർ അറിയിച്ചിട്ടുണ്ട്. 16-ന് ചേരുന്ന നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചയാവും നടക്കുക. കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. ലീഗും ഇതിന് അനുകൂലമാണ്. ഭരണമാറ്റം ഉറപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഇക്കുറി തള്ളിക്കളയരുതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പും സീറ്റ് തർക്കങ്ങളുമാണ് പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ തവണ 10 സീറ്റാണ് ജോസഫ് വിഭാഗത്തിന് UDFിൽ നൽകിയത്. 2 സീറ്റിൽ മാത്രമായിരുന്നു ജയം. കേരള കോൺഗ്രസ് എം തിരിച്ചെത്തിയാൽ തങ്ങളുടെ സീറ്റ് കുറയുമെന്ന ആശങ്കയാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. വരും ദിവസങ്ങളിൽ LDFിൽ സീറ്റ് ചർച്ചകൾ സജീവമാകുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിലനിൽക്കണമെന്ന വികാരം കേരള കോൺഗ്രസ് എം പ്രവർത്തകരുണ്ടെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഈ വികാരം നേതാക്കൾക്ക് മേൽ സമ്മർദ്ദമായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.